അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3037. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ദാരിദ്ര്യം ഭയപ്പെടാതെ റമദാനിനെ സ്വീകരിക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂൽ, നിശ്ചയം അല്ലാഹു തആല പറയുന്നു, യബ്ന ആദം, ഓ മനുഷ്യ, തഫറഗ് ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിന് വേണ്ടി നീ മറ്റെല്ലാറ്റിൽ നിന്നും മാറി നിൽക്കണം. മറ്റെല്ലാ ബിസിയിൽ നിന്നും തിരക്കിൽ നിന്നും മാറി ഇബാദത്തിന് വേണ്ടിയിട്ട് നീ തയ്യാറാകണം. എന്നാൽ അംല സ്വദറക ഗിനൻ, നിന്റെ ഹൃദയം, നിന്റെ മനസ്സ് ഗിനയാൽ ഞാൻ നിറയ്ക്കും. ഐശ്വര്യം, എല്ലാം ആവശ്യത്തിന് ലഭിച്ചു എന്ന ആ ഒരു സന്തോഷവും സംതൃപ്തിയും നിനക്കുണ്ടാകും. അപ്പോൾ അസുദ്ധ ഫക്രക്ക, എൻ്റെ ദാരിദ്ര്യം ഞാൻ അടച്ചു കളയും. ദാരിദ്ര്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് എപ്പോഴും അൽഹംദുലില്ലാ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് നിന്നെ ഞാൻ എത്തിച്ചേരും. ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തി മാറ്റിവെച്ചാൽ ദാരിദ്ര്യം അല്ലാഹു തആല തുടച്ചു മാറ്റി ഗിന അല്ലാഹു തആല നൽകും. അത് മനസ്സിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് എന്ന് സംതൃപ്തി വരുന്ന രൂപത്തിലുള്ള ഗിന നൽകും. അത് മനസ്സിലാ ഒരു ചിന്തയും നൽകും. അതോടൊപ്പം അതിനാവശ്യമായ സാമ്പത്തിക ശേഷിയും അല്ലാഹു നൽകും. നാം ചെയ്യേണ്ടത് ഇബാദത്തുകൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താണ്? നമ്മൾ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി, സമ്പന്നനാകാൻ വേണ്ടി ഇബാദത്തുകളെ നമ്മൾ മാറ്റിവെക്കുന്നു. തിരിച്ചാണ് ചെയ്യേണ്ടത്. ജോലി വേണ്ടെന്നല്ല, സമ്പാദിക്കേണ്ടെന്നുമല്ല, പക്ഷെ പ്രാമുഖ്യം ഇബാദത്തിന് നൽകുക. അങ്ങനെയെങ്കിൽ അല്ലാഹു തആല സമ്പത്തും തരും, എല്ലാം തരും, ദാരിദ്ര്യം അടയ്ക്കുകയും ചെയ്യും. ജോലി ചെയ്യണം, ബിസിനസ് ചെയ്യണം, പക്ഷെ ഇബാദത്തുകൾക്ക് പ്രാമുഖ്യം നൽകണം. അത് റമദാൻ മാസത്തിൽ നമുക്ക് കൂടുതൽ പറ്റും. ഈ ഹദീസ് മുമ്പൊരിക്കൽ വിസ്ഡം ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീണ്ടും ഉദ്ധരിക്കാൻ കാരണം റമദാനാണ് വരുന്നത്. റമദാനോടനുബന്ധിച്ച് നമ്മൾ പ്രിപ്പയർ ആകണം. റമദാനോടനുബന്ധിച്ച് നാം പ്രാമുഖ്യം നൽകേണ്ടത് തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ഇബാദത്ത് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക. വ ഇല്ലാ തഫ്അൽ മലഅ്തു യദൈക ശുഗ്ലൻ, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, ഇബാദത്തിന് വേണ്ടി നീ സമയം മാറ്റിവെക്കുന്നില്ലെങ്കിൽ നിന്റെ കൈകളെ ഞാൻ ബിസിയാൽ നിറയ്ക്കും. കാരണം നീ ഫുള്ള് ബിസി ആയിരിക്കും, തിരക്കായിരിക്കും, ഫുള്ള് തിരക്ക്. ഇബാദത്തുകൾക്കൊന്നും സമയമില്ല ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റൊന്നിനും സമയം ഉണ്ടാവില്ല. നമുക്ക് സാധാരണ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾക്ക് പോലും സമയം കിട്ടില്ല, ഫുള്ള് തിരക്കായിരിക്കും. പക്ഷേ വലം അസുദ്ധ ഫക്രക്ക, നിന്റെ ദാരിദ്ര്യം ഞാൻ അടയ്ക്കില്ല, അഥവാ ദാരിദ്ര്യം തീരൂല. നീ തിരക്കോട് തിരക്കായിരിക്കും, ബിസിയോട് ബിസി ആയിരിക്കും, ജോലിയോട് ജോലിയായിരിക്കും, പക്ഷെ കാര്യം നടക്കൂല. അപ്പോൾ ഇബാദത്തുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ അവിടെ അല്ലാഹു തആല മനസ്സംതൃപ്തി നൽകും, ദാരിദ്ര്യമില്ലാതെയാക്കും, സമ്പന്നനാക്കി തരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കൂ, അപ്പോൾ റമദാൻ വരുമ്പോൾ, റമദാനിൽ മാത്രമല്ല എല്ലായ്പ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ റമദാനിൽ നമ്മൾ കൂടുതൽ ഒരുങ്ങണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തുണിയൊക്കെ അരയുടുപ്പൊക്കെ മുറുക്കി ഉടുത്ത് ഒരുങ്ങണം എന്നൊക്കെ. അതൊരു സൂചനയാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ചിന്തയിലേക്ക് മടങ്ങുകയും ഇബാദത്തുകൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യണം. ജോലിയും ഒക്കെ നടക്കണം. അതോടൊപ്പം അല്ലാഹു തആല അത്തരത്തിൽ ഈ റമദാനിനെ വരവേൽക്കാൻ, ഇബാദത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.